നമസ്കാരം. ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കും ചക്ക എലിശ്ശേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ ചക്ക എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചക്ക എലിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ ചക്ക എലിശ്ശേരി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇത് ചക്ക എലിശ്ശേരിയൊക്കെ. അപ്പോൾ ചക്ക എലിശ്ശേരി നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിപ്പിക്കാനും നോക്കണം നമ്മൾ. പണ്ടുള്ള ആളുകൾ വിശപ്പകറ്റാനുള്ളൊരു ആഹാരമായിട്ടാണ് ഈ ചക്ക എലിശ്ശേരിയൊക്കെ കൂട്ടിയിരുന്നത്. എന്ന് വെച്ചാൽ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ വിശപ്പകറ്റാനുള്ളൊരു ആഹാരമായിട്ടാണ് ഈ ചക്കയും മാങ്ങയൊക്കെ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് കഴിക്കാനായിരുന്നു അവർക്കിഷ്ടം. അപ്പോൾ അതൊക്കെ നല്ല ആരോഗ്യത്തിന് നല്ലതായിരുന്നു. ഇപ്പോൾ ഈ ചക്ക പുഴുക്കൊക്കെ വെച്ച് കഴിക്കുന്നത് ക്യാൻസർ വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചക്ക എലിശ്ശേരി ഒന്ന് കണ്ടു നോക്ക്. താങ്ക് യു. കഴുകി വൃത്തിയാക്കിയ ചക്കച്ചുള ചവടി പോളയൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതിയാവും. നാളികേരത്തിൽ ചെറിയ ഉള്ളി ചതച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കണം. ഇതിലേക്ക് നമ്മൾ ഈ നാളികേരം ഉള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെറിയൊരു ചൂടാക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കടുകും മുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിടണം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചക്ക ഇതിലേക്ക് ചേർത്ത് ഇളക്കണം. അപ്പോൾ നമ്മുടെ ചക്ക എലിശ്ശേരി നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് ഒരു ഇളം മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിരിക്കും നല്ലത്. വെറുതെ തിന്നാനും അതുപോലെ മീൻകറീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ ഇത് കുറേശ്ശെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പ്രായമായവർക്കത് നല്ല ഇഷ്ടമാവും. എന്ന് വെച്ചാൽ അവർ പണ്ടേ കഴിച്ചു തുടങ്ങിയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇത് പ്രായമായവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ എലിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.